ആ ലേഡി ചിരിച്ചു തോന്നുന്നു. ഡോ അവരെ വിളിച്ച് ചിരിക്കല്ലേന്ന് പറ. ഫ്ലാറ്റില്ലേ ചോദിച്ചാ അമ്മരെന്തെങ്കിലും പറഞ്ഞു സെക്യൂരിറ്റി അല്ലല്ലോ ഇവിടെ എന്ത് ഫീൽഡ് താമസിക്കണ്ടേ? ശരിയാവൂല എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഇതൊന്നും ഇവിടെ സമ്മതിക്കാൻ വേണ്ടി പറ്റൂല. എന്തൊരു തോന്നിയാ ഇത്. എന്തെന്ന് അല്ല ഞാനിവിടെ ഫോണിൽ പറഞ്ഞ ആരാ അല്ല ഞാനിതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാ. പ്രൊഡക്ഷൻ കൺട്രോളറാ? അടുത്തൊരു ഇഷ്യൂ കിടക്കുന്ന സ്ഥലം അറിയാമോ? ഇഷ്യൂ ഇവിടുത്തെ അഴുക്കോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ടേ? പൊളിക്കായിട്ടാണ് ഈ ബിൽഡിംഗ് പൊളിക്കായിട്ടിരിക്കുക. ഈ ബിൽഡിംഗ് എന്റെ പൊന്നു ചേട്ടാ ഓൾറെഡി 2 പടം പൊളിഞ്ഞിരിക്കുന്ന പ്രൊഡ്യൂസറാ. ഒന്ന് ഇത് ചെയ്ത് പൊക്കോട്ടെ. 3ാമത്തെ പടം പൊളിയണം. വേണ്ട വേണ്ട നിന്റെയൊക്കെ വണ്ടിയൊക്കെ കാരണം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണല്ലോ. അല്ല ഞാൻ പറഞ്ഞ് ശരിയായിക്കൊള്ളാം. ഞാനിപ്പോ ഒരു 2 മിനിറ്റ് സമയം തന്നാ മതി. ശരിയായിക്കൊള്ളാം. അല്ല 2 മിനിറ്റ് ശരിയാക്കാം. ഞാൻ പരിപാടി നിർത്തിക്കോ. എടിയേ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അവര് വല്ല ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ നോക്കണമെന്ന് പ്രിയൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ വല്ലതും കഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചാപ്പാടുണ്ട്. ഹലോ സാറേ, ആണോ? ഞാനത് വിളിച്ചു നോക്കാം സാറേ. ഒന്ന് പെട്ടെന്ന് വിളി. ഓക്കെ. ഞാൻ വർക്കിച്ചോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒന്നിച്ചിടരുതെന്ന്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ വേസ്റ്റ് എടുക്കത്തിലുള്ള കാര്യം പറഞ്ഞേക്കാം കേട്ടോ. എന്റെ പൊന്നു വനിത ഒന്ന് സമാധാനപ്പെട്ട്. ഞാൻ പ്രിയൻ സാറിനെ വിളിച്ചോണ്ടിരിക്കുക. ഹലോ, കുറച്ചു മുമ്പ് പ്രിൻസ് വന്ന് വിളിച്ചോണ്ട് വന്നാണ്ടല്ലോ. അയ്യോ ആണോ? ഫോൺ എടുത്തിട്ടില്ല. ആ ശരി ശരി. ഷോട്ട് നമ്പർ 12 കറക്റ്റായിട്ട് നോട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഗിച്ചു ഇത് ഇവിടെ അല്ല, അപ്പുറം തന്നെ മാറ്റി നോക്കും. സാർ പ്ലീസ് ഒരുപാട് വേളം വെക്കല്ലേ. ഫ്ലാറ്റിലുള്ള ഒരു പരാതി പറഞ്ഞു തുടങ്ങി. ഇല്ല ഇല്ല. റെഡി റെഡി. നീ എവിടെ ആയിരുന്നു ഇത്ര നേരം? പ്രിയൻ സാർ എവിടെടാ? എന്റെ അപ്പ ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് സെമ്പിലോട്ട് ഗ്യാസ് കുറ്റി ശരിയാക്കാണ്ട് കേറിയേക്ക. ഇപ്പൊ വരാന്നാ പറഞ്ഞേ. കത്തിയോ? ഇല്ല. ഇപ്പൊ കത്തിയോ? ഇല്ല. ബീഫാണോ? അല്ല, സാമ്പാറാ. ഒന്നോട് കത്തിച്ചേ. ഇല്ല, കത്തുന്നില്ല. അമ്മച്ചി നോമ്പ് തിരിച്ചിട്ടില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി കുഞ്ഞേ. എനിക്കത് ഓർമ്മ കിട്ടിയില്ല. ഇപ്പൊ കത്തി. ദൈവമേ, നിനക്ക് സ്തോത്രം. സാമ്പാർ ശരിയാകുമോ എന്തോ. എന്തായാലും വേണ്ടില്ല എന്റെ കുഞ്ഞേ. ഇനി സിലിണ്ടർ തീരാൻ കാത്തിട്ടുണ്ടോ? എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയാം കേട്ടോ. ഇരിക്കുമ്പോഴേ വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടെന്ന് ഉപ്പും മുളകും വല്ലതും ഉണ്ടോ ആവോ? സാറേ ഒരു മിനിറ്റ് അവിടെ നിന്നേ. ഈ ഫ്ലാറ്റിലുള്ളവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒന്നിച്ചിടരുതെന്ന്. എന്താ പ്രശ്നം? എടാ ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതല്ല, ഫ്ലാറ്റ് എടുത്ത് വാങ്ങിച്ച് താമസിക്കുന്നതാ. ഇതിങ്ങനെ ഓർഡർ ഇടുന്ന പോലെ പറഞ്ഞാൽ എങ്ങനെയാ? യു ഷുഡ് പേ 500 രൂപ തരാമോന്ന് ചോദിക്കുന്നു. അങ്ങനെ മര്യാദ ചോദിക്കാൻ അത് തന്നെയാ ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് ആയ നിങ്ങൾ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. എന്താണ് ഇവിടെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് മ്യൂസിക് ക്ലാസ് എടുത്തോണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അത് കട്ടായി. എന്തൊരു ശല്യമായി ഇത്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും സെപ്പറേറ്റ് ചെയ്യുന്ന സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റുമോ? നാളെ മുതൽ 100 രൂപീസ് വെച്ച് തരാം. 100 രൂപയെ? അതൊന്നും ശരിയാവില്ല സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ്റെ കയ്യിൽ ഫണ്ടൊന്നുമില്ല, നമ്മുടെ കയ്യിൽ പൈസയില്ല.
ഇവര് തന്നെ പൈസ ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്നും പെയിന്റ് അടിക്കാനും ഇവ കാര്യങ്ങൾ നടത്താനും നടക്കണ്ട നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ന്യായം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പ്രശ്നം? കാര്യം പറയാൻ പറ്റും. ഈ വഴി കൂടെ ഉള്ള വണ്ടിയിൽ നിരത്തിട്ട് ഞങ്ങൾക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകണ്ടേ, പുറത്തേക്ക് ഇറങ്ങണ്ടേ, അല്ലെ പോയവർക്ക് തിരിച്ചു വരണ്ടേ? നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നോക്ക്. ഞാൻ ഒരു മിനിറ്റ് ശരിയാക്കാം. ഒരു 2000 രൂപ. എപ്പോഴും പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. ഇതേ ഒരു ദിവസത്തിന് 5000 രൂപ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് വാടക റോഡിന്റെ. അപ്പൊ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ കൂടി നിങ്ങൾക്ക് കിട്ടും. അത് ബാക്കിയുള്ളത് ഇവര് തരുകയും ചെയ്യും. മനസ്സിലായി? അപ്പൊ ഒരു ദിവസം 5000 രൂപ. 5000 രൂപ മനസ്സിലായി? അല്ല അതിപ്പം ആവശ്യമുണ്ടല്ലോ. ഈ സാമാനം ഞങ്ങൾ തീർക്കുവാ. അയ്യോ ഒന്ന് എങ്ങനെയെങ്കിലും ആർട്ട് അസോസിയേഷന്റെ പരിപാടിക്ക് ഡാൻസിലൊക്കെ എന്റെ പേര് ആ പിള്ളേര് ചേർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആകപ്പാടെ ഒരു പേടി വേണ്ട, ഞങ്ങളല്ലേ കാണുന്നത്. ഒരു പ്രശ്നമില്ല, വരൂ. ഒരു പ്രോബ്ലം ഇല്ല, വരൂ. പ്രിയോ ആ 1B ഒന്ന് ഷൂട്ടിങ്ങിന് കിട്ടും. അയ്യോ 1Bയിലും സ്ത്രീ സീരിയസ് ആയിട്ടിരിക്കും. അതാ അയ്യോ അതിലും സീരിയസ് ആണ് ഞാൻ. ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം. അമ്മ പൊക്കോളൂ. ഞാൻ വളരെ സീരിയസ് ആണ്. ചേട്ടൻ ഗർഭിണിയാണോ? അയ്യോ അല്ല, അവിടെ ഗർഭിണിയായ സ്ത്രീയാണുള്ളത്. അതാണ് പ്രശ്നം. അയ്യോ അതൊന്ന് ശരിയാക്കി തരുമോ? ട്യൂബിലേക്ക് എങ്ങനെ മാറ്റിയിട്ടോ ചേട്ടാ അതെ ഇവർക്ക് ആ 1Bയിൽ ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാവോ? 1Bയിൽ ആൾക്കാരെ 2Bയിലേക്ക് മാറ്റിയിട്ട് 1B ആക്കി കൊടുത്താൽ മതി. മനസ്സിലായോ? ചോദിച്ചു നോക്കാം. ഇവരെന്തെങ്കിലും എമൗണ്ട് വരും, അത് മേടിച്ച് സെറ്റിൽ ചെയ്താൽ മതി. പിന്നെ നോക്കാം സാറേ. ശരി ശരി, ഇവർ റെഡിയാക്കി തരും. അയ്യോ അതിനല്ല, ഇവക്കൊരു ചാൻസ് ഇവിടെ ഷൂട്ട് നടക്കല്ലേ, ഇവക്കൊരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കുക. ഷൂട്ട് നടക്കല്ലേ ഇവക്ക. സാറ് പറഞ്ഞ കേക്കും. സാറേ അവരെ കയറ്റി വിടില്ല കേട്ടോ. വന്നോ? തുപ്പി 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 തുപ്പി. ഇന്നെങ്കിലും ചൂടോടെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണല്ലോ. സെക്രട്ടറി സ്ഥാനം തലകീറ്റി വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. എന്ത് ചെയ്യാനാ, തലയിലായി പോയില്ലേ? അതെങ്ങനെ തലയിലെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. പോയി കുളിച്ച് ഡ്രസ് മാറിയിട്ട് വന്നേ. വിനു നിന്ന് ചിണുങ്ങാതെ പോയി കുളിച്ചിട്ട് വന്നേ. എനിക്കിവിടെ സമയമില്ല. എന്താണ് കുളിപ്പിക്കണോ? ഞാൻ കുളിപ്പിക്കാം. പല്ലേച്ചോ? നന്നായിട്ട്. എൽസൊക്കെ കട്ട് ചെയ്തോ? ഡാൻസ് പഠിച്ചോ? ഡാൻസ് ഒന്ന് കാണിച്ചേ. ഡാൻസ് കാണിക്കാനൊന്നും സമയമില്ല, പോയി കുളിച്ചിട്ട് അടി. കൊച്ചല്ലേ? ഓക്കെ, വേഗം പോയി ഡ്രസ് മാറിയോ. അച്ഛൻ വന്ന് കുളിപ്പിച്ചുതരാം. ഇവളുടെ പഠിത്തമൊക്കെ എങ്ങനെ? പഠിത്തമൊക്കെ എല്ലാം ഇങ്ങോട്ട് കൊടുത്തേക്കുമല്ലേ. പേരൻസ് തമ്മിലല്ലേ കോമ്പറ്റീഷൻ? അതെ, നിങ്ങളും ഒരു പാരന്റ് ആണ്.